ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാസ്ക് വരികയാണ്. തലയണ മന്ത്രം എന്നാണ് ടാസ്കിന്റെ പേര്. സോ തലയണ ഉണ്ടാക്കി, അതായത് തലയണ നന്നായിട്ട് മേക്ക് ചെയ്ത് അത് അപ്രൂവ് ചെയ്ത് മേടിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ടാസ്കിന്റെ ഒരു ഇതെന്ന് പറയുന്നത്. പക്ഷെ അതിൽ കൃത്യമായിട്ട് ജിൻഡോയും സിജോയും അപ്സരയും തമ്മിലുള്ള അടി അതിൽ കാണാൻ പറ്റും. പ്രൊമോയിൽ കൃത്യമായിട്ട് അത് കാണിക്കുന്നുണ്ട്. ജിൻഡോ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതുപോലെ അല്ല തലയണ ഉണ്ടാക്കേണ്ടത്, ഈ തലയണ ഉണ്ടാക്കിയാൽ ഇങ്ങനെയുള്ള തലയണയാണെങ്കിൽ തല തറയിൽ മുട്ടും, ആ തലയണയ്ക്ക് കംഫർട്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ വളരെയധികം ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ജിൻഡോ ഏതൊരു ടാസ്ക് എടുത്താലും കൃത്യമായിട്ട് കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ കളിയിൽ എങ്ങനെയൊക്കെ ജിൻഡോയുടേതായ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആ ഒരു പ്രൊമോയിൽ കാണാൻ കഴിയുന്നത് ജിൻഡോ ഉറപ്പായിട്ടും ആ ഒരു തലയണ മന്ത്രം ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനാണ് പോകുന്നത്. അതായത് സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുക, എങ്ങനെയെങ്കിലും സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റുക എന്നുള്ളത് തന്നെയാണ് ജിൻഡോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നന്നായിട്ട് വർക്കൗട്ട് ആവുകയും ചെയ്യും. അതായത് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പ്രോബ്ലം കണ്ടുപിടിച്ചത് പറയുക, അങ്ങനെയുള്ള കാര്യങ്ങളാകുമ്പോൾ നന്നായിട്ട് അത് വർക്കാവും. സ്ക്രീൻ സ്പേസ് കിട്ടാൻ നന്നായിട്ട് അത് വർക്കാവുന്ന ഒരു സംഭവമാണ് നടക്കുന്നത്. സോ പ്രൊമോയിൽ വളരെയധികം നന്നായിട്ടാണ് ജിൻഡോയും സിജോയും തമ്മിലുള്ള അടി നടക്കുന്നത്. സിജോ ഒരുപാട് വാഗ്വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സിജോയുടെ ഭാഗത്താണ് ന്യായം എന്ന് തോന്നുന്ന തരത്തിലുള്ള വാഗ്വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. കൂടുതൽ വ്യക്തമല്ല. എന്തായാലും സിജോയും അപ്സരയും ജിൻഡോയെ നഖശിതാന്തം എതിർക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ തന്നെ ഉറപ്പായിട്ടും ഇത് നല്ലൊരു അടിയായിട്ട്, ഒരു ഫൈറ്റ് ആയിട്ട് മാറുകയും അതൊരു പോസിറ്റീവ് എനർജി കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു ഇത് തന്നെയാണ്. അതെന്തായാലും തലയണ മന്ത്രം എന്ന് പറയുന്ന ടാസ്ക് നന്നായിട്ട് വീണ്ടും നല്ലൊരു ഫൈറ്റിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇന്ന് ജിൻഡോയുടെ ഫാമിലിയൊക്കെ വരുന്ന ദിവസമാണ്. സോ എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. പ്രൊമോ എന്തായാലും പൊളിച്ചിട്ടുണ്ട്.